അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള പഠിതാക്കളെ, ഇഹ്റാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഹജ്ജ്, ഉംറ എന്നീ കർമ്മങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നത്. ആ കർമ്മങ്ങളിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്ന മനസ്സിൻ്റെ ഉദ്ദേശമാണ് ഇഹ്റാം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇഹ്റാമിൻ്റെ മറ്റു ചില വിധികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയേണ്ടത്. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ ഒരു പരിധിവരെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് തന്നെക്കൊണ്ട് ഈ കർമ്മം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് പോകുന്നത്. എന്നാൽ യാത്ര സംബന്ധമായിട്ടോ ആരോഗ്യപരമായ കാരണങ്ങളാലോ ഇന്നത്തെ കാലത്താണെങ്കിൽ ഹജ്ജ് ചെയ്യുവാൻ പ്രത്യേക അനുമതി വേണം. അത്തരം നിയമങ്ങളൊക്കെ നാം അനുസരിക്കൽ നിർബന്ധവുമാണ്. ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാൽ ഒരു പക്ഷേ താൻ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് സംശയം തോന്നുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് നിബന്ധന വെക്കുവാനുള്ള അനുവാദമുണ്ട്. അല്ലാഹുവേ, ഞാനിതാ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു, വഴിയിൽ വല്ല കാരണങ്ങളാലും എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ എവിടെ വെച്ചാണോ തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ ഇഹ്റാമിൽ നിന്നും ഒഴിവാകും എന്നതാണ് ആ നിബന്ധന. അങ്ങനെ ചെയ്യുന്നതിന് അനുവാദമുണ്ട്. എന്തിനാണ് പ്രയാസം നേരിട്ടേക്കാം എന്ന് തോന്നുന്ന ആളുകൾക്ക് നിബന്ധന വെച്ചാൽ അതുകൊണ്ടുള്ള ഗുണം, അവർക്കതുകൊണ്ടുള്ള ഗുണം വല്ല കാരണവശാലും അവർക്ക് മനാസിക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തടസ്സം നേരിട്ട സ്ഥലത്ത് വെച്ച് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാം, ക്യാൻസലാകാം. എന്നാൽ ഇങ്ങനെ ഒരു നിബന്ധന വെക്കാത്ത ആൾ ഇടയ്ക്ക് വെച്ച് മനാസിക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പ്രായശ്ചിത്തമായി ഒരു ഉരുവിനെ അറുത്ത് നൽകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ഉദ്ദേശവുമായി മദീനയിൽ നിന്നും 1400ഓളം വരുന്ന സ്വഹാബിമാരും കൂടെ മക്കയിലേക്ക് വന്നു. പക്ഷേ ഹുദൈബിയയിൽ വെച്ച് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പ്രവാചകനെ മക്കയിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദം നൽകിയില്ല. തങ്ങൾ ഉംറക്കാണ് വരുന്നത് എന്നെല്ലാം അറിയിച്ചിട്ടും യാതൊരുവിധ അനുവാദവും ലഭിച്ചില്ല. പിന്നീടത് ഹുദൈബിയ സന്ധി എന്ന തലത്തിലേക്ക് എത്തുകയും അത് ഇസ്ലാമിന് വലിയ വിജയകരമായി തീരുകയും ചെയ്തു. ആ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രതിബന്ധം നേരിട്ട സ്ഥലത്ത് വെച്ച് കൂടെ കൊണ്ടുപോയിരുന്ന ബലിമൃഗങ്ങളെ അറുത്ത് ഇഹ്റാമിൽ നിന്നും ഒഴിവായി. അപ്പോൾ നിബന്ധന വെക്കാത്ത ആളുകൾക്ക് വല്ല തടസ്സവും നേരിട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉരുവിനെ അറുത്ത് അവിടെ വിതരണം ചെയ്യേണ്ടതാണ്. ആ വിഷയവുമായി വന്ന ഒരു ഹദീസ്, മഹ്ദിയായ ളുബാഅ ബിൻത് സുബൈർ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അവരുടേതായ ചില തടസ്സങ്ങൾ പറഞ്ഞു. ഇന്നി ഇംറഅത്തുൻ സഖീല വ ഇന്നി ഉരീദുൽ ഹജ്ജ ഫമാ തഅ്മുറുനി. നബിയെ ഭാരിച്ച, അല്പം തടിയൊക്കെ ഉള്ള കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു സ്ത്രീയാണ് ഞാനാകട്ടെ ഹജ്ജ് ഉദ്ദേശിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് നബിയെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയച്ചില്ല. അവരോട് പറഞ്ഞു, അഹില്ലി ബിൽ ഹജ്ജി വശ്ശരിതി അന്ന മഹില്ലി ഹൈസു ഹബസ്തനി. നീ ഇഹ്റാമിൽ പ്രവേശിച്ചോ, എന്നാൽ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചോ, എവിടെ വെച്ചാണോ എനിക്ക് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ ഇന്നത്തെ കാലത്തും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എന്ന് സാധ്യതയുള്ള ആളുകൾ ഇങ്ങനെ നിബന്ധന വെക്കാവുന്നതാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും ഈ ഒരു നിബന്ധന വെക്കണം, ഇഹ്റാമിൽ പ്രവേശിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു നിബന്ധന വെക്കണം എന്നല്ല. പൊതുവെ പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് ഹജ്ജിനും ഉംറക്കുമൊക്കെ പോവുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് മാത്രമാണ് ഇങ്ങനെ ഒരു നിബന്ധന വെക്കാൻ പറഞ്ഞത്. കൂടെയുള്ള സ്വഹാബിമാരോടൊന്നും ഇത്തരം ഇഷ്തിറാത്ത് പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് എല്ലാവരുമല്ല ഈ നിബന്ധന വെക്കേണ്ടത്. അതേപോലെ തന്നെ ഇഹ്റാമിൽ വലിയ ആളുകളെ പോലെ തന്നെ കൂടെ വല്ല കുട്ടികളുമുണ്ട് എങ്കിൽ അവരെ ഉംറ ചെയ്യിപ്പിക്കണോ ഹജ്ജ് ചെയ്യിപ്പിക്കണോ, എന്താണ് നല്ലത്? നമ്മൾ ഹജ്ജിൻ്റെ ഉംറയുടെ നിബന്ധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രായപൂർത്തി എത്തണം എന്ന ഒരു നിബന്ധന പറഞ്ഞു. എങ്കിൽ മാത്രമേ ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജും ഉംറയും നിർവഹിച്ചതായി പരിഗണിക്കപ്പെടുകയുള്ളൂ. എന്നാൽ കുട്ടികൾ ഹജ്ജോ ഉംറയോ ചെയ്താൽ അത് പുണ്യകരമാണ്. അതിന് പ്രേരിപ്പിച്ച മാതാപിതാക്കൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ യാത്രയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖിയ റകബൻ മിൻ റൗഹ എന്ന സ്ഥലത്ത് ഒരു കൂട്ടം യാത്രക്കാരെ കണ്ടു. അപ്പോൾ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇത് ചോദിച്ചത് നബിയാണ് എന്നവർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു, മെൻ അൻത, നിങ്ങളാരാണ്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള, ഞാനാണ് അള്ളാഹുവിൻ്റെ ദൂതർ. ഈ വേളയിൽ ഒരു സ്ത്രീ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ അങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, അലിഹാദ ഹജ്ജുൻ, നബിയെ, ഈ കുഞ്ഞിന് ഹജ്ജ് നിർബന്ധമുണ്ടോ, ഹജ്ജ് ഉണ്ടോ എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വലക്കി അജ്ർ, അതെ, ഈ കുഞ്ഞ് ഹജ്ജ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിനക്കുണ്ട് എന്നാണ്. അതേപോലെ തന്നെ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാനും ഹജ്ജ് ചെയ്തു, എന്നെയും ഹജ്ജ് ചെയ്യിപ്പിക്കപ്പെട്ടു. വനബ്നു സബ്ഉ സിനീൻ, അന്ന് എനിക്ക് 7 വയസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നല്ലൊരു അവസരമാണ്. കൂടെ കുട്ടികളുണ്ടാകുമ്പോൾ അവരെ കൂടെ ഈ കർമ്മത്തിൽ നാം ചേർക്കുക എങ്കിൽ അതിൻ്റെ പ്രതിഫലം മാതാപിതാക്കൾക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ കുട്ടികൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുട്ടികൾ 2 രൂപത്തിലാണ് മക്കളുണ്ടാകുക. ഒന്ന്, വകതിരിവെത്താത്ത കുട്ടികൾ, ഒരു 3-4 വയസ്സ് വരേക്കുള്ള കുട്ടികൾ, അവർക്ക് വകതിരിവെത്തിയിട്ടില്ല, എന്താണ് എന്ന് അറിയാത്തൊരു പ്രായം. അങ്ങനെയുള്ള കുട്ടികളെ ഇഹ്റാം ചെയ്യിപ്പിക്കുമ്പോൾ സാധാരണ വൃത്തി, ശുദ്ധി ഇതൊക്കെ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ ഇഹ്റാം ചെയ്യിപ്പിക്കുന്ന പിതാവാണെങ്കിൽ പിതാവ്, മാതാവാണെങ്കിൽ മാതാവ്, അവർ ഈ കുട്ടിക്ക് വേണ്ടി നീയത്ത് അവർക്കുണ്ടായിരിക്കണം. ഇനി അതല്ല, വകതിരിവുള്ള കുട്ടിയാണ്, ഒരു 6-7 ഒക്കെ വയസ്സുള്ള കുട്ടിയാണ്, എന്നാൽ പ്രായപൂർത്തിയായിട്ടുമില്ല, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവരോട് നീയത്ത് അവർക്ക് കരുതാൻ വേണ്ടി പറയുകയും തൽബിയത്ത് ചൊല്ലാൻ ആവശ്യപ്പെടുകയും സാധാരണ ആളുകളെപ്പോലെ തന്നെ അവരെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിക്കുക. തവാഫിൻ്റെ വേളയിൽ ഈ തമീസ് എത്തിയവരാകട്ടെ എത്താത്തവരാകട്ടെ അവർക്കൊക്കെ തന്നെ ശുദ്ധിയുണ്ട്, വൃത്തിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അങ്ങനെ മക്കളെ കൂടെ കൂട്ടി അവരെ കൂടെ ഈ ഇഹ്റാമിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പോകലായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ എന്തെങ്കിലും കാരണത്താൽ മക്കളെ ഇഹ്റാം ചെയ്യിപ്പിക്കുവാൻ പ്രയാസകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങേയറ്റം പ്രയാസപ്പെടേണ്ട, കഷ്ടപ്പെടേണ്ട കാര്യം ഇല്ല എന്നുകൂടെ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഉംറയുടെ ഇഹ്റാമാണ് എങ്കിൽ യാതൊരു പ്രയാസവുമില്ല, എല്ലാ ആളുകൾക്കും അതിൻ്റെ രൂപം അറിയും. ഉംറയാണ് നീയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന്. എന്നാൽ ഹജ്ജും കൂടെ ഉണ്ട് എങ്കിൽ, ഹജ്ജ് ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്കിൽ അത് 3 രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപമായിരിക്കും. ഇഫ്രാദ്, തമത്തുഅ്, ഖിറാന്, ഇതാണ് ആ 3 രൂപങ്ങൾ. എന്താണ് ഇഫ്രാദ്? ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ പ്രവേശിക്കുക. ഹജ്ജിൻ്റെ മാസങ്ങളിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിക്കുക. പിന്നീട് ദുൽഹജ്ജ് 8-ൻ്റെ അന്ന്, അതുവരെ ഇഹ്റാമിലാണ്, അന്നും ഇഹ്റാമിലാണ് 8 മുതൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് ഇഫ്രാദ് എന്ന് പറഞ്ഞത്, അഥവാ ഹജ്ജിന് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കുക. രണ്ടാമത് തമത്തുഅ എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുക എന്നാണ്. എന്താണ് അതിൻ്റെ രൂപം? ഹജ്ജിൻ്റെ മാസങ്ങളിൽ ആദ്യം ഉംറ നിർവഹിക്കുക. മീഖാത്തിൽ വെച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ വ ഉംറതൻ. എന്താണ് തമത്തുഅ? ഹജ്ജിൻ്റെ മാസങ്ങളിൽ മീഖാത്തിൽ വെച്ച് ആദ്യം ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുക, എന്നിട്ട് മക്കയിൽ പോയി ഉംറ ചെയ്യുക. ദുൽഹജ്ജ് 8 വരെ മക്കയിൽ എവിടെയാണോ താമസിക്കുന്നത്
ആ ദിവസം വരെ പിന്നീട് സാധാരണ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുക. അതായത് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉംറ കഴിഞ്ഞുവല്ലോ, പിന്നെ ഇഹ്റാമിൽ നിന്ന് മോചിതനായി. അയാൾക്ക് സുഗന്ധം ഉപയോഗിക്കാം, നഖം മുറിക്കാം, കുടുംബമായി ജീവിക്കുന്ന ആളിനാണെങ്കിൽ അങ്ങനെ ജീവിക്കാം, തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാം. കാരണം ഉംറ കഴിഞ്ഞു, ഇനി സാധാ രൂപത്തിലായി. എന്നിട്ട് ദുൽഹജ്ജ് 8 അന്ന് എവിടെയാണോ അദ്ദേഹം താമസിക്കുന്നത് മക്കയിൽ, അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുക. അതാണ് തമത്തു. ഉംറ കഴിഞ്ഞ് ഹജ്ജ് വരെയുള്ള സമയത്ത് അയാൾ സുഖമനുഭവിച്ചു. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തിയെപ്പോലെയല്ല, അതിൽ നിന്ന് മോചിതനായി അയാൾ ജീവിച്ചു എന്നതാണ് തമത്തു. അയാൾക്ക് ഹജ്ജും ഉംറയും ഉണ്ട് എന്നർത്ഥം. മൂന്നാമത്തത് ഖിറാൻ. ഖിറാനും ഏകദേശം തമത്തുവിനെ പോലെ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസം. മീഖാത്തിൽ വെച്ച് ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ വ ഉംറ, അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വ ഹജ്ജൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജതൻ വ ഉംറ. മീഖാത്തിൽ വെച്ച് ഞാൻ ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇതാ കരുതിയിരിക്കുന്നു, പ്രവേശിച്ചിരിക്കുന്നു എന്ന് കരുതലാണ്, പറയലാണ്. അദ്ദേഹം ചെയ്യേണ്ടത് മക്കയിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഉംറ ചെയ്യുന്ന ആൾ ചെയ്യുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യുക. തവാഫ് ചെയ്യുക, സഅയ് നടത്തുക. എന്നാൽ ഉംറ ചെയ്യുന്ന ആൾ അവസാനമായി ചെയ്യേണ്ട കാര്യമാവുന്ന മുടിയെടുക്കുക, അതെടുക്കാൻ പാടില്ല. മുടിയെടുക്കരുത്. മറിച്ച് അയാൾ ഇഹ്റാമിൽ തന്നെ നിൽക്കുക. ഇഹ്റാമിൽ നിന്നും ഒഴിവല്ല, ഇഹ്റാമിലാണ് അദ്ദേഹം. സുഗന്ധവസ്തുക്കൾ ഉപയോഗിക്കുവാൻ പാടില്ല, ഇതൊന്നും പാടില്ല. പ്രത്യേകിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് പോലുള്ള പരിമള വസ്തുക്കൾ ഉപയോഗിക്കുവാൻ പാടില്ല കുളിക്കുന്ന വേളയിൽ. പിന്നീട് ദുൽഹജ്ജ് 8 അന്ന് അദ്ദേഹം ഹജ്ജിലേക്കും പ്രവേശിച്ചു. ഇതാണ് ഖിറാൻ. തമത്തുആയി ഹജ്ജും ഉംറയും ചെയ്യുന്ന ആൾക്ക് മുത്തമത്തി എന്നും ഖിറാൻ ചെയ്യുന്ന ആളിന് ഖാരിൻ എന്നും പറയും. ഇഫ്രാദ്, തമത്തു, ഖിറാൻ, ഇതിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ് എന്ന് ചോദിച്ചാൽ അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് തമത്തു ആണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇലേക്ക് വന്നപ്പോൾ, മക്കയിലേക്ക് വന്നപ്പോൾ, മദീനയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കൂടെ ബലിമൃഗങ്ങളെയും കൊണ്ടുവന്നിരുന്നു. എന്നാൽ അത് കൊണ്ടുവരാത്ത സഹാബിമാരോട് തമത്തുആയി ചെയ്യുവാൻ കൽപ്പിച്ചു. ആദ്യം ഉംറ ചെയ്യുക, പിന്നീട് ഹജ്ജ് ചെയ്യാം. അതിൽ നിന്നും ഏറ്റവും ഉത്തമമായത് തമത്തു ആണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് അധികവും ചെയ്യാറുള്ളത്. ഇഫ്രാദായി ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ഹജ്ജിൻ്റേതായ അറവ് ഇല്ല, ഹദി ഇല്ല. ഹജ്ജിൻ്റെ അറവിന് ഹദി എന്നാണ് പറയുക. എന്നാൽ തമത്തു ആയിട്ടും ഖിറാനായിട്ടും ഹജ്ജിനും ഉംറയിലും പ്രവേശിക്കുന്ന ആളുകൾക്ക്, ഹാജിമാർക്ക്, അവർ നിർബന്ധമായും ഹദി, ബലി കൊടുക്കൽ അനിവാര്യമാണ്. സ്വയം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ഇന്ന് സൗദി അറേബ്യ ഗവൺമെൻറ് അതിന് വളരെ പക്വമായ തീരുമാനങ്ങളും തയ്യാറെടുപ്പുമൊക്കെ നടത്തിയിട്ട് ഗവൺമെൻറ് ബാങ്ക് മുഖേന പണമടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ബലി അറുക്കുവാൻ സാധിക്കും. ഇതാണ് 3 മനാസിക്കുകൾ. ഇതാണ് ഹജ്ജിൻ്റെ 3 രൂപങ്ങൾ. ഹജ്ജ് മാത്രം ചെയ്യുന്ന ഇഫ്രാദ്, ഹജ്ജും ഉംറയും ഒരുമിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രൂപം ഖിറാന്. ആദ്യം ഉംറ ചെയ്തു, അതിൽ നിന്ന് പിന്നീട് കഴിഞ്ഞ ശേഷം സാധാരണ ജീവിക്കുന്ന പോലെ ജീവിച്ചു. പിന്നീട് ദുൽഹജ്ജ് 8 അന്ന് ഹജ്ജിൽ പ്രവേശിക്കുന്ന തമത്തു. ഈ 3 രൂപങ്ങളാണ്. സ്വാഭാവികമായും ഹജ്ജിന് പോകുന്ന ആളുകൾ ഇതിൽ 3 ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. കാരണം അതിനനുസരിച്ചാണ് അയാൾ മീഖാത്തിൽ വെച്ച് ഞാൻ ഇന്നതിനാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എന്ന് അയാൾ കരുതേണ്ടതും അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതും. ഹജ്ജിൽ അറവ് ഒഴിവായി കിട്ടാൻ ഹജ്ജ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന തീരുമാനത്തിലേക്കല്ല പോകേണ്ടത്. അറവ് നടത്തി തെൽബിയത്ത് മുഖരിതമായ ഏറ്റവും പുണ്യകരമായ രൂപത്തിൽ ഹജ്ജ് ചെയ്യുവാൻ സാധിക്കണം. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.